പലരും അതിനുള്ള സംഭാവന ചെയ്തു. ഇപ്പോൾ ഇത് ഞാൻ സംസാരിക്കുമ്പോൾ ഞാനും എൻ്റേതായ സംഭാവന ചെയ്യുകയാണ്. പക്ഷേ അപ്പോഴേക്ക് സിനിമ തിയേറ്ററിൽ നിന്ന് ഒഴിഞ്ഞതുകൊണ്ട് ഇത് വലുതായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കില്ല. പക്ഷേ തുടക്കത്തിൽ ആദ്യം ഇതിന് സംഭാവന ചെയ്തത് സംഘാനുഭാവികളാണ്, RSSകാരാണ്. അവർ ഇത് കണ്ടിട്ട് അവരുടെ അമർഷവും ഇതൊക്കെ ആദ്യം രേഖപ്പെടുത്തി. അതിങ്ങനെ പടർന്നു പിടിച്ചു. അതിനെ തുടർന്ന് അതിൻ്റെ മറുപടികളായി, പിന്നെ ഇങ്ങോട്ടുള്ള പോർവിളികളായി, സെൻസറിങ്ങിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളായി. രണ്ടാമത് വീണ്ടും അത് സെൻസർ ചെയ്യുന്ന ഒന്നായി. ഉടനെ സെൻസർ ബോർഡിനെ പലരും കുറ്റം പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് സെൻസർ ബോർഡ് പറഞ്ഞിട്ടൊന്നുമല്ല, അവരവർക്ക് തോന്നിയിട്ട് അവരവർ ചെയ്യുന്നതാണ്. അത് ഒരു അത്ഭുതമല്ല. അങ്ങനെ പല പടങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്ത ചിത്രങ്ങൾ തന്നെ അവർക്ക് ഇപ്പോൾ തിയേറ്ററിൽ വേണ്ടത്ര ഓടുന്നില്ല എന്ന് തോന്നിയാൽ, ചില ഭാഗങ്ങൾ ലാഗ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ അത് കട്ട് ചെയ്യും. അല്ലെങ്കിൽ ചിലർക്ക് ചില സമൂഹങ്ങളെ അധിക്ഷേപിക്കുന്നതായിട്ട് അവർ പരാതിപ്പെട്ടാൽ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇവർ വന്നിട്ട് സ്വയം സെൻസർ ചെയ്ത് അത് വീണ്ടും വന്ന് വളണ്ടിയറി ആയിട്ട് സെൻസർ ചെയ്യാറുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് ചെയ്തത് ഇത്. പക്ഷേ ഇവിടെ അതിലും ഒച്ചപ്പാടുകളുണ്ടായി. അത് അവരെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നുള്ള മട്ടിൽ. അപ്പോൾ ഇങ്ങനെ വന്ന പല പ്രതികരണങ്ങളിൽ എനിക്ക് കുറച്ച് അത്ഭുതം തോന്നിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത് പൂക്കാസയുടെ